ആ ഇരിക്ക് എല്ലാവരും ഇരിക്ക്. ആ നമസ്കാരമുണ്ട്. മനസ്സിലൊന്നും വെക്കരുത്. ഇവിടെ ചെറിയവനും വലിയവനും എന്നുള്ള വ്യത്യാസമില്ല. നമ്മളെല്ലാം ഒരുമിച്ച് നടത്തേണ്ട കാര്യമാ. പറയാം, നിങ്ങൾക്കങ്ങനെ പറയാം. സ്വന്തം മോളായിപ്പോയില്ലേ. എൻ്റെ മോൾ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ നടക്കുന്നത് വേറെ വല്ലതുമായിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നതിൽ കാര്യമുണ്ട്. ഒരു പെൺകുട്ടി ഉണ്ടായാൽ അതിനെ നോക്കി വളർത്തി അതെന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ വളർത്തിയവൻ്റെ ഹൃദയം വേദനിക്കും. എല്ലാവരും മക്കൾ നല്ല നിലയിൽ എത്തണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നല്ല തറവാട്ട് മഹിമയുള്ളവർ തന്നെ, സമ്പത്തുള്ളവർ, എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ളവർ, ആരെയും തള്ളിക്കളയാറില്ല. ഞങ്ങൾക്ക് പെൺകുട്ടികളില്ല. നിങ്ങളുടെ മകൾ എൻ്റെ മോളെ പോലെ തന്നെയാ. മോളെ സൂസി, വാ മോളെ. മഹാലക്ഷ്മി, ഇവള് വന്നതിൽ പിന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുക. ഇവളെ ഏതെങ്കിലും ഒരു നല്ല വീട്ടിൽ കെട്ടിച്ചു വിടുന്നുണ്ടെങ്കിൽ അതെൻ്റെ വീടാവട്ടെ. ഭഗവതിയാണ് സത്യം. നിങ്ങളുടെ മകളെ നിങ്ങൾ എങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ വളർത്തിക്കോളാം. എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു പോയാലും അവളിങ്ങോട്ട് തന്നെ തിരിച്ചു വരത്തുള്ളൂ. അവിടെ വഴിക്ക് തന്നെ വിടുന്നതാ നല്ലത്. ഞാൻ തന്നെ ഇത് നടത്തിക്കൊടുത്തിട്ട് പോയേക്കാം. അപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയല്ലോ അല്ലേ? പിന്നെ എന്താ പിന്നെ തെറ്റ് ചെയ്താലോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ. എടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. ഇങ്ങോട്ട് വാടാ. എന്റെ മോൾ ഇവിടെ ഉണ്ടടാ. വാ. ബാംഗ്ലൂരിൽ ഇവിടുന്ന് 1 മണിക്കൂറോളടാ പോകാമായിരുന്നു. 2 ദിവസം നീ എന്നെ അനങ്ങാൻ സമ്മതിക്കാതെ സ്തംഭിപ്പിച്ച് കളഞ്ഞില്ലടാ. നിന്നോട് പകരം ചോദിക്കാതെ പോയാൽ ഞാൻ മണ്ടനാവൂലടാ. ദാ കൊന്നു തള്ളടാവനെ.
ബില്ലു. ആദ്യമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ ഞാനാണ് ബില്ലു എന്ന് തിരിച്ചറിഞ്ഞവളായിരുന്നു സൂസി. പക്ഷേ ഇപ്പോൾ ജീവന തുല്യം സ്നേഹിച്ചിട്ടും എന്നെ അറിയില്ലെന്ന് പറയുന്നു. എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുമോ എന്നോർത്ത് അവൾ വല്ലാതെ വിഷമിച്ചിരുന്നു. അവൾ പാവമാണ്. അവൾ എന്നെ മറന്നാലും ഞാൻ അവളെ വിടില്ലെന്ന് വിശ്വസിച്ചിരുന്നു. എൻ്റെ സൂസിയെ ഞാൻ ഒരിക്കലും വിടില്ല, സത്യമായിട്ടും വിടില്ല. ഞാൻ വരും സൂസി, തീർച്ചയായും വന്നിരിക്കും. എന്താടാ പറയുന്നേ? ബില്ലു രക്ഷപ്പെട്ടു സാർ. ചാകടപടവൻ ചാകട. സാറേ പ്ലീസ്, സാർ ഇങ്ങനെ ആവശ്യമില്ലാതെ വിഷമിക്കണ്ട. പ്രശ്നം സാറിനും അവനും അല്ല, അവനും സൂസിയും തമ്മിൽ. പറയുന്ന കേൾക്ക്. നിന്റെ ഭാഗ്യത്തിന് അവൾ ഇവിടെ വന്ന ഉടനെ അസുഖങ്ങളെല്ലാം മാറി അവൾ സുഖമായിട്ടിരിക്കുന്നില്ലേ മോനെ? അവൾ ചെന്നൈയിലേക്ക് പോയതും അവരുമായി ഇടപഴകിയതും യാതൊരു കാര്യങ്ങളും അവൾക്കിപ്പോ ഓർമ്മയില്ല. ആ പയ്യൻ സൂസി സൂസി എന്ന് വിളിച്ച് ഭ്രാന്ത് പിടിച്ച് അലയാൻ പോന്ന് നോക്കിക്കോ. നീ അവനെ അങ്ങ് വിട്ടേക്ക്. വിടില്ല, ഒരിക്കലും വിടില്ല. അവൻ ജീവനോടെ ഇരിക്കുന്നത് വരെ ഞാൻ വിടില്ല. യു വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു സാർ. ശരി എന്നാ വരട്ടെ. ഹലോ ചേട്ടാ, ഞാൻ ബില്ലുവാ സംസാരിക്കുന്നത്. ബിലു, നീ എവിടെയാ? ബാംഗ്ലൂരില്ല. ഓ, സൂസിയെ കണ്ടോ നീ? കണ്ടിരുന്നു. സൂസി എന്നെ മറന്നുപോയി ചേട്ടാ. ഓ ഗോഡ്, ക്യൂറായി കാണും. മറന്നുപോയ ആ 3 വർഷം അവളുടെ ഓർമ്മയിൽ വന്നു കാണും. അതാ നിന്നെ മറന്നത്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ച് കിട്ടാനും സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ സിറ്റുവേഷനിൽ നീ അവളോട് എന്തു പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകുകയില്ല. നീ ചാടിക്കേറി ചെന്ന് ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാലും നിന്നെ വെറുക്കാൻ സാധ്യതയുണ്ട്. എന്നെങ്കിലും എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൾക്ക് തിരിച്ചു കിട്ടി. ഞാനില്ലെന്നറിയുമ്പോൾ അവളെങ്ങാനും ചത്ത് കളയോ ചേട്ടാ. വിട്ടേക്കാൻ പറയുകയാണ് അവളെ. നിന്റെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മനുഷ്യനെ നീ ഒരു വികാര ജീവിയായി കാണുന്നു. എനിക്കത് ശരീരവും രക്തവുമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചേട്ടൻ എന്താ പറയുന്നത്? തട്ടിപ്പോവെന്ന് ഞാൻ വിചാരിച്ചവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുക. ഞാൻ അതിനെ ദൈവാനുഗ്രഹം എന്ന് പറയും, നീ അതിനെ വികാരമെന്ന് പറയുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നീ നിന്റെ പ്രേമത്തിൽ വിശ്വസിക്കുക. കാരണം ഇത് രണ്ടും ഒന്നാണ്.